അപ്പോൾ നേരെ പോകുന്നത് തൃശ്ശൂരിലേക്കാണ്. തൃശ്ശൂർ ജില്ലയിൽ ജനവിധി എന്താകുമെന്നുള്ള ആകാംക്ഷ എല്ലാവർക്കുമുണ്ട്. കഴിഞ്ഞ തവണ ആകെയുള്ള 13 സീറ്റിൽ 12 സീറ്റും LDF ആണ് നേടിയത്. ഇത്തവണ 5 മുതൽ 6 വരെ സീറ്റ് നേടാമെന്ന് UDF കണക്ക് കൂട്ടുമ്പോൾ 10 സീറ്റെങ്കിലും നിലനിർത്താനാകുമെന്നാണ് LDFന്റെ വിലയിരുത്തൽ. BJP വലിയ പ്രതീക്ഷ വെക്കുന്ന ജില്ല കൂടിയാണ് തൃശ്ശൂർ എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. മണലൂർ, നാട്ടിക, തൃശ്ശൂർ മണ്ഡലങ്ങളിൽ വളരെ ശക്തമായ ത്രികോണ മത്സരം കൂടിയാണ് നടന്നത്. തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കാൻ നടരാജ് പരശുരാം കൂടി ചേരുകയാണ്. നടരാജ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ LDFന് വലിയ ആധിപത്യമുള്ള ഒരു ജില്ലയാണ്, പക്ഷേ അവിടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വലിയ മാറ്റം എന്ന് പറയുമ്പോൾ ഒരു സീറ്റുകൾ പിടിച്ചെടുക്കാൻ UDF കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനിടെ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം ഉണ്ടാക്കാമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ജില്ല കൂടിയാണ്. അപ്പോൾ വലിയ മത്സരമുണ്ട്. എങ്ങനെയാണ് ഇത്തവണ ഒരു വോട്ടുകളുടെ ഏകീകരണം അവിടെ സംഭവിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് അടിത്തട്ടിലുണ്ടായ മാറ്റങ്ങൾ? എന്തൊക്കെയാണ് നടരാജിന്റെ പ്രതീക്ഷകൾ? ജിൽസി, വളരെ പ്രധാനപ്പെട്ട ജില്ലയാണ് തൃശ്ശൂർ. ഏത് മുന്നണിയായാലും അധികാരത്തിലേറണമെങ്കിൽ തൃശ്ശൂരിൽ മികച്ച പ്രകടനം നടത്തണമെന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്. ഇത് നേതൃത്വങ്ങൾക്കും ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ കാടടച്ചുള്ള പ്രചാരണമാണ് നമ്മൾ കണ്ടത്. ജില്ലയിൽ ആകെ 13 സീറ്റുകളാണ്. നിലവിൽ ഒരു സീറ്റ് മാത്രമാണ് UDFന്റെ കയ്യിലുള്ളത്, ചാലക്കുടി. എന്നാൽ ഇത്തവണ ഈ ഒരു സീറ്റ് എന്നുള്ളത് 5 മുതൽ 6 സീറ്റ് വരെ ആക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ UDF നേതൃത്വം പങ്കുവയ്ക്കുന്നുണ്ട്. ചാലക്കുടി സീറ്റിനെ കൂടാതെ തൃശ്ശൂർ സീറ്റ് പിടിച്ചടക്കാൻ കഴിയുമെന്ന് UDF പറയുന്നു. അതുപോലെ തന്നെ മണലൂരിൽ TM പ്രതാപനെ മത്സരിപ്പിച്ചതിലൂടെ ആ സീറ്റിൽ ഒരർത്ഥത്തിൽ നേതൃത്വത്തിന് പ്രതീക്ഷയുണ്ട്. ഇരിങ്ങാലക്കുടിയിൽ UDFന് വേണ്ടി തോമസ് ഉണ്ണിയാടൻ ജയിച്ചു വരുമെന്ന് UDF പ്രതീക്ഷിക്കുന്നു. കൊടുങ്ങല്ലൂരിൽ OJ ജനീഷിനെ മത്സരിപ്പിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹത്തെ മത്സരിപ്പിച്ചുകൊണ്ട് ആ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയുമെന്നും ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു 3 മുതൽ 5 വരെ സീറ്റുകൾ ജില്ലയിൽ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് UDF പ്രതീക്ഷിക്കുമ്പോൾ 10 സീറ്റുകളെങ്കിലും നിലനിർത്തുമെന്നുള്ള ഉറപ്പിച്ച വിശ്വാസം LDF പങ്കുവയ്ക്കുന്നുണ്ട്. തൃശ്ശൂരിൽ LDFന് ചെറിയ രീതിയിലെങ്കിലും പ്രതീക്ഷ മങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അപ്പോഴും മറ്റ് സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂർ, കയ്പമംഗലം, നാട്ടിക പോലുള്ള സ്ഥലങ്ങളിൽ വലിയ രീതിയിലുള്ള പോരാട്ടം തുടരുമെന്നും സീറ്റ് നിലനിർത്തുമെന്നും LDF പറയുമ്പോൾ LDF 10 സീറ്റുകൾ നിലനിർത്തിക്കൊണ്ട് തൃശ്ശൂരിൽ വലിയ നഷ്ടമുണ്ടാവില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലേക്ക് പോവുകയാണ്. പക്ഷേ ജനവിധി എന്താകുമെന്ന് കണ്ടറിയണം. 2 മന്ത്രിമണ്ഡലങ്ങൾ പ്രധാനമായും ജില്ലയിലുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇരിങ്ങാലക്കുടിയിൽ മന്ത്രി R ബിന്ദുവിന്റെ ജനവിധി എന്താകും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഒല്ലൂരിൽ K രാജനും മത്സരിക്കുന്നുണ്ട്. BJP വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ഒരു ജില്ല കൂടിയാണ് തൃശ്ശൂർ. നമുക്കറിയാം, തൃശ്ശൂർ മണ്ഡലത്തിൽ ഇത്തവണ കോൺഗ്രസ് വിട്ടുവന്ന പത്മജ വേണുഗോപാലിനെ തന്നെ മത്സരിപ്പിച്ചുകൊണ്ട് മത്സരം കടുപ്പിക്കുകയായിരുന്നു BJP നേതൃത്വം. പത്മജ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വം പോലും അവർ ജയിക്കുകയാണെങ്കിൽ ചെറിയ വോട്ട് വ്യത്യാസത്തിൽ മാത്രമേ ജയിക്കുകയുള്ളൂ എന്ന് വിലയിരുത്തിയിട്ടുണ്ട്. CPM-ഉം ഇതിൽ അപകടം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ മണ്ഡലത്തിന്റെ കാര്യത്തിൽ BJPക്ക് വലിയ പ്രതീക്ഷയുണ്ടെന്ന് പറയാം. മറ്റൊന്ന് നാട്ടികയാണ്. നാട്ടികയിൽ CPI-യിൽ ഉണ്ടായിരുന്ന CC മുകുന്ദനെ അടർത്തിയെടുത്തുകൊണ്ട് BJP ക്യാമ്പ് അവിടെ മത്സരിപ്പിച്ചു. സിറ്റിംഗ് MLA സ്വന്തം പാളയത്തിലെത്തിച്ച് മത്സരിപ്പിച്ചതിന്റെ ഗുണം തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കാണാൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. CC മുകുന്ദന്റെ വ്യക്തിപരമായ വോട്ടുകൾ, അതുപോലെ തന്നെ CPI-യിൽ നിന്ന് ഒരു വിഭാഗത്തിന്റെ വോട്ടുകളൊപ്പം BJPക്ക് വോട്ടുള്ള സ്ഥലം കൂടിയാണ് നാട്ടിക. അതുകൂടി വരുമ്പോൾ നാട്ടികയിൽ വിജയക്കൊടി പാലിക്കാൻ കഴിയുമെന്ന് BJP കണക്ക് കൂട്ടുന്നുണ്ട്. മണലൂരിൽ കടുത്ത മത്സരമാണ്. TM പ്രതാപനും പ്രൊഫസർ C രവീന്ദ്രനാഥും അതുപോലെ തന്നെ KK അനീഷ് കുമാറും തമ്മിലാണ് മണലൂരിൽ മത്സരം നടക്കുന്നത്. പ്രവചനത്തിന് അതീതമാണ് മണലൂരിലെ റിസൾട്ട് എന്ന് പറയാതെ വയ്യ. ഹിറ്റ് വിവാദം ഒരുപാടുണ്ടായ ജില്ല കൂടിയാണ് തൃശ്ശൂർ എന്നുള്ള കാര്യം മറക്കരുത്. ഇത്തരത്തിൽ അടിയും അതുപോലെ തന്നെ തർക്കവും ബഹളവുമായി പ്രചാരണ കാലവും തെരഞ്ഞെടുപ്പ് കാലവും കടന്നുപോയി. തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് ദിവസം പോലും മണലൂരിൽ തർക്കവും കയ്യാങ്കളിയും ഒക്കെ ഉണ്ടായതാണ്. എന്താകും ജനവിധി എന്നുള്ളതിൽ വലിയ ആകാംക്ഷയുണ്ട്. എന്തായാലും തൃശ്ശൂരിൽ വലിയ നേട്ടം കൊയ്യാതെ ഏത് മുന്നണിക്കും ഇത്തവണ അധികാരത്തിലെത്താൻ പ്രയാസം. അപ്പോൾ തൃശ്ശൂർ പിടിക്കുക എന്നുള്ളത് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. അപ്പോൾ എല്ലാ മുന്നണികളും അതിൽ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുകയും ചെയ്യുന്നുണ്ട്. ഒരു 10 സീറ്റെങ്കിലും നിലനിർത്തുമെന്ന് തന്നെ LDF ഉറപ്പിച്ചു പറയുമ്പോൾ അതിൽ അപ്പുറത്തേക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് UDF പ്രതീക്ഷിക്കുന്നുണ്ട്.